ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് സംഭവിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ പോലും വിചാരിക്കാതെ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സംഭവിക്കും എന്നുള്ളതാണ്. കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എടപ്പള്ളി പള്ളിയിൽ വരണം എന്നുള്ളതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതും. ഇന്ന് അതൊട്ടും പ്ലാൻ ചെയ്യാതെ സംഭവിച്ചു. ഈ നാട്ടിൽ നിന്ന് പോകാനായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇനി ഞാൻ എന്നാ പള്ളിയിൽ പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത് സംഭവിച്ചപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ പ്രൊജക്റ്റിൻ്റെ ഷൂട്ട് ഡേ 2 ആണ്. നമുക്ക് 3 സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. ആദ്യത്തെ ഷൂട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. മാത്രമല്ല സാർ ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരത്ത് 3 ബുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് കിട്ടിയിട്ടുള്ള ബുക്ക് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് 24ലേക്കാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ക്യാമറ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇവരുടെ കോപ്രായൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ, നിങ്ങളിതൊന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അങ്കമാലിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സാറും ഫാമിലിയും സാറിൻ്റെ വൈഫും നമുക്ക് ബൈറ്റ് തരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും എന്തൊരു കൈൻഡാണ്, എന്ത് നന്നായിട്ട് അവർ നമ്മളടുത്ത് സംസാരിക്കുന്നത്, എത്ര നന്നായിട്ട് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക, ഇതൊക്കെയാണ് ഈ ഫീൽഡിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോയത് ഒരു നാടകം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സാധനം കേൾപ്പിച്ചു തരാം കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് നാടകം കാണുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് നാടകം കാണാൻ. കോളേജിൽ പഠിക്കുമ്പോഴും നാടകോത്സവത്തിനൊക്കെ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കണമെന്നുണ്ടായി, പക്ഷേ സമയം ഒട്ടുണ്ടായിരുന്നില്ല.